എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ആലു പൊറോട്ട അതാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്വാദാണ്. മുമ്പ് ഈ ലുലു മാള് തുടങ്ങിയ സമയത്തൊക്കെ അവിടെ പോകുമ്പോഴെപ്പോഴും ഞങ്ങൾ വാങ്ങിക്കാറുള്ളതാണ് ആലു പൊറോട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. ഇത് വളരെ എൻ്റെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോയി വരും. ഒരു വലിയ ഉരുളക്കിഴങ്ങ് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് കുക്കറിലിട്ട് വേവിച്ചേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തൊലി കളയാനും എളുപ്പമാണ്. ഉണ്ടോ? നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം മാവ്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് നല്ലെണ്ണ, ജിഞ്ചിലി ഓയിൽ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതൊരു ചെറു ചൂടുള്ള വെള്ളമാണ്, അതൊഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് അണുപ്പിട്ടത് ഒരു 1/2 കപ്പും കൂടെ നമുക്കെടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടി കുഴച്ച് ഇവിടെ അടച്ചു വയ്ക്കാം. ഇതടച്ച് ഇവിടെ ഇരിക്കട്ടെ. ഒരു 1.5 സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, അതും വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനിയും ഇതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് പച്ചമുളക്, കറിവേപ്പില, ഇനിയും സവാള. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇടയ്ക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. കുറച്ചുപ്പ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കണ്ടോ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇത് ചപ്പാത്തി പോലെ പരത്തി അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് ഈ ഫില്ലിങ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറച്ച് മല്ലിയില ഇടേണ്ടതാണ്. ഞാൻ മല്ലിയില ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, ഉണ്ടായിരുന്നു അത് വാടിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. മല്ലിയിലയും കൂടി ഇടണം ശരിക്കും പറഞ്ഞു. നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുളകളാക്കി എടുത്താൽ മതി. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പൊടിയൊന്നിങ്ങനെ തൂവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരെണ്ണവും കൂടി ഞാൻ പരത്തിയെടുക്കുകയാണ്. രണ്ടെണ്ണം പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച് എടുക്കാം, അല്ലാതെയും ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ ഒരു തരത്തിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് കറക്റ്റാക്കി എടുക്കാം. കണ്ടില്ലേ? നമുക്കിതിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ആലു പൊറോട്ടയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അരികൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ പരത്തി കൊടുക്കാം. അല്പം പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഇനി നമുക്ക് കല്ലിലിട്ട് ചുട്ടെടുക്കാം. കുറച്ച് എണ്ണയൊക്കെ തടവി ഇത് നമുക്കിനി കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇത് ഞാനൊരു സാധാരണ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്, അയണിൻ്റെ. ഇത് സാധാരണ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്തതാണ്, അതുകൊണ്ട് ഇതെടുത്തിരിക്കുന്നത്. അതിലൊന്ന് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തു. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുത്തു. ഇപ്പോൾ ആലു പൊറോട്ടയ്ക്കുള്ള ഇതിട്ട് കൊടുത്തു. വേണമെങ്കിൽ അല്പം ഒന്ന് എണ്ണയും കൂടി ഒന്ന് തടവി കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. ഇനി ഈ വശവും നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുക്കാം. നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം കല്ലിൽ നിന്ന്. ഇനി അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടി പരത്തിയെടുക്കാം.
ഇത് വേറൊരു ടൈപ്പായിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇനി ഒന്ന് പരത്തി കൊടുക്കണം, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മുടെ സെക്കൻഡ് വണ്ണും കൂടെ റെഡിയായി. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ആലു പൊറോട്ട റെഡി. ഇവിടെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് പൊറോട്ടയുടെ കൂടെ ഈ ബട്ടറും കൂടെ ഉരുകി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് സവാളയും ക്യാരറ്റും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ആലു പൊറോട്ട ഉണ്ടാക്കിയത് കണ്ടല്ലോ. വളരെ സിമ്പിളാണ്, ഈസിയാണ്. പിന്നെ അധികം ചേരുവകളൊന്നുമില്ല, ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഞാൻ ചേർത്തിട്ടുമില്ല. ഇത് സാധാരണ പോലെ, പക്ഷെ നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ആ ഫില്ലിങ് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക് യു, ബൈ.